ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെടാറുണ്ട്, തനിച്ചായി പോയി എന്നുള്ളൊരു തോന്നൽ വരാറുണ്ട്. അതിന് എന്തായിരുന്നു കാരണം, അതിനെന്താണ് ഒരു ഗൈഡൻസ്? ഈ രീതിയിൽ ഇന്നത്തെ ഒരു റീഡിങ് നോക്കാം. ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് 5 ഓഫ് കപ്സ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, ഡെത്ത്, ദ ഹാങ്ഡ് മാൻ, ഏസ് ഓഫ് വൺസ്. ഇതിനൊക്കെ ക്ലാരിറ്റി ആയിട്ട് ഓരോ കാർഡ് കൂടി എടുക്കാം. 2 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, 9 ഓഫ് swords, Wheel of Fortune, 7 of Wands. ആദ്യത്തെ കാർഡ് ഇട്ടിരിക്കുന്നത് 5 ഓഫ് കപ്സ്. ഇതൊരു നിരാശയിലും ഒറ്റപ്പെട്ടിട്ടും വിഷമിച്ച് നിൽക്കുന്ന ഒരാളാണ്. ഇത് ആൾ സാമ്പത്തികമായി വളരെ ഉയർന്ന നിലയിലുണ്ടായിരുന്ന ഒരാളാണ്. നല്ലൊരു കുടുംബത്തിൽ ജനിച്ച് അങ്ങനെ നല്ലൊരു പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇയാൾക്ക് ഇങ്ങനെ ഭയങ്കര ഡിപ്രഷനും മനോവേദനയുമായിട്ട് ആൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇതിനെ ക്ലാരിറ്റി ആയിട്ട് നോക്കിയപ്പോൾ 2 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇയാളുടെ ജീവിതത്തിൽ ഒരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അവർ തമ്മിൽ നല്ല ഒരു പരസ്പരം സ്നേഹം മറ്റുള്ള എല്ലാ ഇതും പങ്കുവച്ചിരുന്ന ഒരു സ്നേഹബന്ധമായിരുന്നു. പക്ഷേ അതിൽ ഇയാൾക്ക് ഒരു സ്നേഹം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വേദനയായിട്ട് ആൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇയാൾ മനസ്സിലാക്കുന്നില്ല. ഈ കാർഡിൽ ആൾ ഈ നഷ്ടപ്പെട്ടത് മാത്രമല്ല, നമുക്ക് നഷ്ടപ്പെടാനുള്ളതെല്ലാം നമുക്ക് വിധിച്ചുള്ള കാര്യങ്ങളായിരിക്കില്ല. ഒരുപക്ഷെ അത് നിലനിൽക്കാത്ത ബന്ധങ്ങളായിരിക്കാം. നമ്മുടെ കണ്ണിലത് നല്ല ആടില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടായിരിക്കാം. പക്ഷേ നഷ്ടപ്പെടുന്നതൊന്നും നമുക്കുള്ളതല്ല എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. പക്ഷേ ഇയാൾ കൂടെയുള്ള ആളുകളെയോ ഇയാളെ സ്നേഹിക്കുന്ന ആളുകളെയോ ആൾ തിരിച്ചറിയുന്നില്ല. പലപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവരെ ആയിരിക്കില്ല തേടിപ്പോവുക. നമുക്ക് കൂടുതൽ സ്നേഹം തോന്നുക, നമുക്ക് അട്രാക്ഷൻ തോന്നുക അവരുടെ പിന്നാലെ ആയിരിക്കും. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ കൂടെ ഉണ്ടാവും എന്നുള്ളത് തിരിച്ചറിയേണ്ടതാണ്. 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ഒരു ധനപരമായിട്ട് അധികം കൂടുതലായിട്ട് നമ്മൾ സ്റ്റേബിളല്ല എങ്കിൽ പോലും കിട്ടുന്ന കാശുകളെല്ലാം പിശുക്കി എടുത്തു വയ്ക്കുന്ന ഒരു ക്യാരക്ടറാണ് ആൾ. അപ്പോൾ ആ സ്വഭാവം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇയാൾ ജീവിതത്തിൽ തനിച്ചായി പോയിട്ടുണ്ടായിരിക്കുക. മറ്റുള്ളവർക്ക് കൂടെ നിൽക്കുന്നവർക്ക് അവർക്ക് അർഹിക്കുന്ന പരിഗണന കൊടുക്കുകയോ അവരുടെ കാര്യങ്ങൾ നേരാവിധത്തിൽ ചെയ്യുകയോ ചെയ്യാതെ പണം സ്വരൂപിച്ച് എടുത്തു വയ്ക്കുന്ന ഒരു സ്വഭാവമുള്ള ആളായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ ആൾക്ക് ഇങ്ങനെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടൊരവസ്ഥ വന്നത്. ഇത് തന്നെയാണ് കാണിക്കുന്നത്. ഈ ധനത്തെ മാത്രം സ്നേഹിച്ച് പണത്തെ മാത്രം സ്നേഹിച്ച് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ജീവിതത്തിൽ ഒറ്റപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ധനത്തോടൊപ്പം മറ്റുള്ള കുടുംബ ബന്ധങ്ങളെയും മറ്റുള്ള നമ്മളെ സ്നേഹിക്കുന്നവരെയും ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഒരു ആവശ്യകത ഈ കാർഡ് കാണിച്ചു തരുന്നു. ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പല പ്രതിസന്ധികളിലൂടെയും നമ്മൾ കടന്നു പോകും. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ സമ്പത്തിൻ്റെ കാര്യമായാലും മറ്റുള്ള എന്തെങ്കിലും അസുഖങ്ങളോ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും എന്തിൻ്റെ കാര്യത്തിലായാലും നമുക്ക് പെട്ടെന്ന് പല പല മാറ്റങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ ഒറ്റപ്പെടാനും മറ്റുള്ളവരെ നമ്മളെ മാറ്റി നിർത്താനൊക്കെ ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തിലൊരു പരിവർത്തനം വന്നതുകൊണ്ടാണ് ഈ ആൾ അതിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയത്. ഇതിന് ക്ലാരിറ്റി നോക്കിയപ്പോൾ 9 ഓഫ് swords ആണ്. ഈ ആൾക്ക് ഇപ്പോൾ ഈ ഒറ്റപ്പെട്ടലിന് കാരണം രാത്രി ഉറക്കമില്ല,
അല്ലാതെ പേടി സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുന്നു, വിഷമിക്കുന്നു. ഒരുപാട് ചിലപ്പോൾ ഇയാൾ പ്രതീക്ഷിക്കുന്ന അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഇയാൾ സ്വയം ചിന്തിച്ചുണ്ടാക്കുന്ന ആശങ്കകളായിരിക്കാം ഇയാൾക്ക്. പക്ഷേ ഏത് സാഹചര്യത്തിലായാലും നമ്മുടെ കൂടെ നിൽക്കുന്നവർ മാത്രമേ എന്നും നമ്മുടെ കൂടെ നിൽക്കുള്ളൂ. അല്ലാതെ നമ്മുടെ പുറത്തുള്ള സമ്പത്ത് കണ്ടിട്ടോ മറ്റുള്ളത് കണ്ടിട്ടോ നമ്മുടെ കൂടെ നിൽക്കുന്നവർ ജീവിതത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളൊരു സത്യം കൂടി ഈ കാർഡ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഈ ഈ കാർഡിൽ ഹാങ്ഡ് മാൻ നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലും നമ്മളെ പല വീക്ഷണകോണുകളിലൂടെയും നമ്മളെ പല കാര്യങ്ങളെയും നോക്കി കാണേണ്ടി വരും. അപ്പോൾ വേറൊരു പല രീതിയിലും നമ്മൾ കണ്ടുപോയതിൻ്റെ ചിലപ്പോൾ നമ്മുടെ അഭിപ്രായത്തിലുണ്ടായ വ്യത്യാസങ്ങളായിരിക്കും. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഇയാൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയത്. അതിന് ക്ലാരിറ്റി ആയിട്ട് വന്നിരിക്കുന്ന വീൽ ഓഫ് ഫോർച്യൂണാണ്. വീൽ ഓഫ് ഫോർച്യൂൺ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമയം മാറി മറിഞ്ഞ് വരും എന്നുള്ളൊരു ഗൈഡൻസാണ് തരുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണെങ്കിലും ജീവിതത്തിൽ നമ്മുടെ സമയങ്ങൾ മാറി മറിഞ്ഞ് വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ എടുത്ത സ്റ്റാൻഡ് ശരിയാണെന്ന് കാലം തെളിയിക്കും. അങ്ങനെ നമ്മളെ ഈ പ്രശ്നങ്ങളൊക്കെ മറികടക്കാൻ സാധിക്കും എന്ന് ഈ കാർഡ് കാണിക്കുന്നു. അടുത്തത് ഏസ് ഓഫ് വാൻസ് ആണ്. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം, എന്തെങ്കിലും നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പാഷൻ ഉണ്ടായിരിക്കാം. അതുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരു ആശയം വന്നതുകൊണ്ടാണ് ഇയാൾ ഒറ്റപ്പെട്ടു പോയത്. അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് താല്പര്യം ഉണ്ടാവുന്നില്ല. പക്ഷെ നമ്മുടെ ഇഷ്ടമല്ലേ, നമുക്ക് ഒരുപാട് ആഗ്രഹമുള്ളൊരു കാര്യം നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ ചെയ്യുക. അപ്പോൾ അതിനൊരു ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നത് 7 ഓഫ് വാൻസ് ആണ്. അപ്പോൾ ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ പാഷന് മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പല പല എതിർപ്പുകളും ഉണ്ടാവും. അത് സ്വന്തം കുടുംബത്തിൽ നിന്നായിരിക്കാം, സുഹൃത്തുക്കളിൽ നിന്നായിരിക്കാം, ബന്ധുക്കളിൽ നിന്നായിരിക്കാം. അങ്ങനെ പല എതിർപ്പുകളും ഉണ്ടായിരിക്കും. അത് നമ്മളെ നിരുത്സാഹപ്പെടുത്തും. പക്ഷേ അതിനെല്ലാം മറികടന്ന് നമ്മൾ പോകേണ്ടി വരും. അതെന്ത് കാര്യം തന്നെയായാലും അങ്ങനെ തന്നെ. പക്ഷേ ഇതിൽ നമ്മൾ മുന്നോട്ട് പോയി വിജയിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എതിർത്തവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. അതൊരു പ്രപഞ്ച സത്യം മാത്രമാണ്. നമുക്കൊരു ഒറക്കിൾ മെസ്സേജ് കൂടി നോക്കി നോക്കാം. ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് നമുക്ക് തരാനുള്ള ഒരു ഗൈഡൻസ് എന്നുള്ള നിലയിൽ ഒരു ഒറക്കിൾ മെസ്സേജ് കൂടി നോക്കാം. ഗാർഡിയൻ എന്നുള്ളതാണ്. എ ലോസ്റ്റ് ലവ്ഡ് വൺ വാച്ചസ് ഓവർ യു. നമ്മൾ എങ്ങനെയൊക്കെ ഒറ്റപ്പെട്ടു എന്ന് കരുതിയാലും നമുക്കായിട്ടൊരു തുണയായിട്ട് ആരെങ്കിലും ഉണ്ടായിരിക്കും. നമ്മൾ വിചാരിക്കും പലരും നമ്മൾ സ്നേഹിച്ചവർ, വിശ്വസിച്ചവർ എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തി, നമ്മൾ ഒറ്റയ്ക്കായി പോയി എന്നൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്കായിട്ട് ആരെങ്കിലും ഒരാൾ നമ്മളെ ചിലപ്പോൾ നേരത്തെ ഒരു മെസ്സേജ് കൊണ്ടായിരിക്കാം നമുക്കൊരുപാട് ആശ്വാസം തരാൻ ആരെങ്കിലും ഒരാൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഈ റീഡിങ് റെസിനേറ്റ് ആയവർ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിലാണ് എൻ്റെ എല്ലാ ദിവസത്തെ വീഡിയോസും വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.